ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബോഗിബീൽ പാലമാണ്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ്, അതാണ് ബോഗിബീൽ ബ്രിഡ്ജ്. ലോങ്ങസ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ബോഗിബീൽ ബ്രിഡ്ജ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ പാലം, ബോഗിബീൽ ബ്രിഡ്ജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ആസാം, ആസാമിലെ 2ാമത്തെ നീളം കൂടിയ പാലമാണ് ബോഗിബീൽ പാലം. ബോഗിബീൽ ബ്രിഡ്ജ് ഇനാഗുറേറ്റഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഓൺ 2018 December 25. ബോഗിബീൽ പാലം ഉദ്ഘാടനം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 December 25 ഉദ്ഘാടനം നിർവഹിച്ചത്. ഡിസംബർ 25 ഇന്ത്യയിൽ ഗുഡ് ഗവേണൻസ് ഡേ ആയി ആചരിക്കുന്നു, അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഡിസംബർ 25. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ 25. നെക്സ്റ്റ്, അസമിലെ ദിബ്രുഗഡ് ധേമാജി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം, ബോഗിബീൽ പാലം. ഈ റെയിൽ കം റോഡ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 നില പാലത്തിൻ്റെ താഴെ ഇരട്ട ലൈൻ ബ്രോഡ് ഗേജ് റെയിൽ പാതയും മുകളിൽ 3 ലൈൻ റോഡുമാണുള്ളത്. ബോഗിബീൽ പാലത്തിൻ്റെ നീളം 4.94 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ബോഗിബീൽ പാലം സ്ഥിതി ചെയ്യുന്നത്. 1997 പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൗഡയുടെ കാലത്ത് പാലം നിർമ്മാണത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 2002 വാജ്പേയിയുടെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ പ്രാരംഭ നടപടികൾ 1997 HD ദേവഗൗഡയുടെ കാലത്തും നിർമ്മാണം ആരംഭിച്ചത് 2002 വാജ്പേയിയുടെ കാലത്തുമാണ്. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 25, വാജ്പേയിയോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് ഡിസംബർ 25 ബോഗിബീൽ പാലത്തിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചത്. ഇനി അടുത്ത പോയിന്റ്, ബോഗിബീൽ പാലത്തിൻ്റെ നിർമ്മാണ ചിലവ് 4857 കോടി രൂപ. 4857 കോടി രൂപയാണ് ബോഗിബീൽ പാലത്തിൻ്റെ നിർമ്മാണ ചിലവ്. അടുത്ത പോയിന്റ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ്, ജപ്പാനിലെ ഗ്രേറ്റ് സെറ്റോ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബീൽ ബ്രിഡ്ജ് ആണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ജപ്പാനിലെ ഗ്രേറ്റ് സെറ്റോ ബ്രിഡ്ജ്. ഏകദേശം 13 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം, ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ, അതാണ് ഭുവൻ ഹസാരിക പാലം. അങ്ങനെയാണെങ്കിൽ ബോഗിബീൽ പാലം 5th ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യയാണ്. ബോഗിബീൽ പാലം ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഭുവൻ ഹസാരിക പാലവും സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അപ്പോൾ ആസാമിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ ഹസാരിക പാലം, ആസാമിലെ 2ാമത്തെ നീളം കൂടിയ പാലം ബോഗിബീൽ പാലം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ ഹസാരിക പാലം, 5ാമത്തെ നീളം കൂടിയ, ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ പാലം ബോഗിബീൽ പാലം. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലം, അതാണ് നമ്മുടെ കൊച്ചിയിലെ വേമ്പനാട് റെയിൽ പാലം. ഏകദേശം 4.62 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെയുള്ള കൊച്ചിയിലെ വേമ്പനാട് റെയിൽ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽ പാലം. നമുക്കൊരിക്കൽ കൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബീൽ ബ്രിഡ്ജ്.
ഇന്ത്യയിലെ 5ാമത്തെ നീളം കൂടിയ ബ്രിഡ്ജ് ബോഗിബീൽ ബ്രിഡ്ജ്. ആസാമിലെ 2ാമത്തെ നീളം കൂടിയ ബ്രിഡ്ജ് ബോഗിബീൽ ബ്രിഡ്ജ്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഡേറ്റ് 2018 ഡിസംബർ 25. ഡിസംബർ 25 പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനമാണ്. ഇത് ഇന്ത്യയിൽ ഗുഡ് ഗവേണൻസ് ഡേ അല്ലെങ്കിൽ സദ്ഭരണ ദിവസമായി ആചരിക്കുന്നു. അസമിലെ ദിബ്രുഗഡ് ധേമാജി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ബോഗിബീൽ പാലം. ബോഗിബീൽ പാലത്തിൻ്റെ നീളം 4.94 കിലോമീറ്റർ. സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. എന്താണ് റെയിൽ കം റോഡ് ബ്രിഡ്ജ്? ഒരേ പാലത്തിൽ തന്നെ റെയിലും റോഡും ഒരുമിച്ചുള്ളതാണ് റെയിൽ കം റോഡ് ബ്രിഡ്ജ്. നമ്മുടെ ബോഗിബീൽ പാലത്തിൽ 2 നില പാലമാണ്. അതിൽ താഴെ ഇരട്ട ലൈൻ ബ്രോഡ് ഗേജ് റെയിൽ പാതയും മുകളിൽ 3 ലൈൻ റോഡുമാണുള്ളത്. 1997 പ്രധാനമന്ത്രി HD ദേവഗൗഡയുടെ കാലത്ത് പാലം നിർമ്മാണത്തിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 2002 വാജ്പേയിയുടെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചു. പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് HD ദേവഗൗഡയുടെ കാലത്തും നിർമ്മാണം ആരംഭിച്ചത് 2002 വാജ്പേയിയുടെ കാലത്തുമാണ്. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ഡിസംബർ 25 ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുക്കാൻ കാരണം. വാജ്പേയി കഴിഞ്ഞ ആഗസ്റ്റിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിലുള്ള സ്മരണാർത്ഥമാണ് ഡിസംബർ 25 ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി ബോഗിബീൽ പാലത്തിൻ്റെ ആകെ നിർമ്മാണ ചിലവ് 4857 കോടി രൂപയാണ് ഇതിൻ്റെ ആകെ നിർമ്മാണ ചിലവ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് ബോഗിബീൽ ബ്രിഡ്ജ് ആണെങ്കിൽ ലോകത്തിൽ ഒന്നാമനേതാ? ജപ്പാനിലെ ഗ്രേറ്റ് സെറ്റോ ബ്രിഡ്ജ്. ഇതിൻ്റെ നീളം 13 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് ഭുവൻ ഹസാരിക ബ്രിഡ്ജ്, ആസാം. ഇതിൻ്റെ വേറൊരു പേരാണ് ധോല സാദിയ ബ്രിഡ്ജ്. ഭുവൻ ഹസാരിക ബ്രിഡ്ജ് അല്ലെങ്കിൽ ധോല സാദിയ ബ്രിഡ്ജ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് ഭുവൻ ഹസാരിക ബ്രിഡ്ജ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പാലം അത് നമ്മുടെ കേരളത്തിലെ വേമ്പനാട്ട് റെയിൽ പാലം. എവിടെയാണ്? കൊച്ചിയിൽ. ഇതിൻ്റെ നീളം 4.62 കിലോമീറ്റർ. ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെയാണ് വേമ്പനാട്ട് പാലം സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി മുതൽ വല്ലാർപാടം വരെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.